ഹായ് ഗെയ്സ്, വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ ഒരു വളപ്രയോഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അടർത്തിയെടുക്കണം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്ക് അതിലോട്ട് പോയാലോ? വരൂ. ഇത് കണ്ടോ, പഴത്തൊലി ഒരു 2 മാസത്തെ പഴത്തൊലിയാണിത്. കിടന്ന് അഴുവി പരുവമായി കറുകറുകറ നല്ല കറുത്ത കളറിലായി. കണ്ടോ, നല്ല ഉരമായി. നമ്മളിതിനെ ഒരു 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചെയ്യുന്ന ഒരു വളപ്രയോഗമാണ് ഇത്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിതിനൊന്ന് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ കളറിന് കണ്ട ഒരു കുറവുമില്ല. കൊത്തൊന്നും കളയണ്ട, കൊത്തോടുകൂടി കണ്ട എന്തോന്ന് കളർന്ന് കണ്ട കറായിരിക്കുകയാണ്. കണ്ട, ഇങ്ങനെ നമ്മൾ ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം. വഴുതല, വലിയ വഴുതല കണ്ടോ, എന്ത് വലിപ്പം നോക്കി. ഇത് കണ്ടതാ പൊട്ടി തുടങ്ങി. എന്നുവെച്ചാൽ വലിപ്പം കൂടുമ്പോൾ ഓവറാകുമ്പോൾ ഇതുപോലെ ഇത് കീറും. അതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് ഇതിനെ അടർത്തിയെടുക്കുന്നതാ. എത്ര എണ്ണം ഒന്ന് നോക്കി. ഞാൻ രാവിലെ എന്നിട്ട് ഇതിൽ നിന്ന് ഒന്ന് അടർത്തിയെടുക്കുകയും ചെയ്തു. കണ്ടോ കണ്ടോ, എന്ത് വലുത്. നമുക്ക് ഇതിൽ നിന്ന് 1-2 എണ്ണം അടർത്തിയെടുക്കാം. കണ്ടോ, നല്ല മുഴുത്ത വഴുതലങ്ങ. ഇതുപോലുള്ള വളങ്ങളാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. ഇത് ഒരു കളറ്. അടുത്ത് വേറൊരു കളർ കാണിച്ചു തരട്ടെ. ഇത് വേറൊരു മൂട്. ഇത് കത്തിരിയാണ്. കണ്ടോ, നല്ല ഇതാ വരുന്നുണ്ട്. ഇതാ പൂവൊക്കെ ഇട്ട് ഇതിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടോ, എൻ്റെ ചീന അമരിക്ക. ഇത് കണ്ടോ, ഇതാ ഇതിൽ നിന്ന് 1-2 എണ്ണം അതാ നല്ല മിറ്റി നിൽക്കുകയാണ്. അത് അടർത്തിയെടുക്കാം. ഒരു മൂട് കൂടെ ഉണ്ട്. ഇത് കണ്ട, ഇത് വേറൊരു മൂട്. ഇതിൽ എന്താ നിറയെ കാച്ചി നിൽക്കുകയാണ്. ഇതിൽ നിന്നും 1-2 എണ്ണം നല്ല പരുവമായി. ഇതാ കണ്ട. അപ്പൊ ഇതിൽ നിന്നും 1-2 എണ്ണം അടർത്തിയെടുക്കാം. ഇതാ ഒരു മൂട്. എന്താ അവിടെ 2 മൂട് ഉണ്ടോ. ഇത് വേറെ ഒരു വഴുതല. ഇതിലും 2 നല്ല മുഴുത്ത വഴുതലങ്ങ. അതായത് കണ്ടോ, കണ്ട നിറയെ, ഇതിലും നിറയെ പൂവിട്ട്. ഒരു ചെറിയ വഴുതലാണ്, വലുതായിട്ട് വളർന്നില്ല. ഒരു ചെറിയ വഴുതല, അതിലും നല്ല വഴുതല. ഇതാ കണ്ടോ, ഇതാണ്ടേ ഇതാ കണ്ടോ, നല്ല മുഴുത്ത വഴുതലങ്ങ. ഇതാണ്ടേ നിറയെ, ഇങ്ങനെ നിറയെ കാച്ചു നിൽക്കുകയാണ്. ഇതാകണ്ടേ ആയിട്ട് നിറയെ ഇതും കാച്ചു നിൽക്കുകയാണ്. ഇതിൽ നിന്നും 1-2 എണ്ണം അടർത്തിയെടുക്കാം. നല്ല നീളത്തിലുള്ള വഴുതല. കണ്ടോ, എന്ത് വലുതാ നോക്കിയേ. ഇതാ കണ്ടോ, എൻ്റെ ഒരു കയ്യിലെ നീളമുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് സെറ്റായിരിക്കുന്നു. ഇത് വലുതായപ്പോ വണ്ണം വെച്ചപ്പോ പാവലിന് ഇറങ്ങി വരാനിട്ട് ബുദ്ധിമുട്ട്. പച്ചമുളക് ഇതാ കണ്ട, നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്. കണ്ടോ, ചെറിയൊരു മൂടാണിത്. ഇതിൽ നിറയെ പച്ചമുളക്. ഇതാ നല്ല വലിയ പച്ചമുളക് ഉണ്ട്. 2-3 പച്ചമുളക് മൂടുണ്ടായിരുന്നാൽ നമുക്കിതുപോലെ കറിക്കൊക്കെ പറിക്കാം. പുറത്തുനിന്ന് വാങ്ങണമെന്നില്ല. ഒരു മൂട്ടിൽ നിന്ന് എന്താ എത്ര എണ്ണം പറിച്ചെന്ന് നോക്കി, 6 എണ്ണം പറിച്ചു. ഇതും വേറൊരു മൂട് ഉണ്ട്.
എന്താ മുളകിൻ്റെയൊക്കെ വലിയ നല്ല നീളവും വലിപ്പമുള്ള എല്ലാ മുളക്. ഇത് നിറയെ കാച്ച അങ്ങനെ നിൽക്കുന്ന നിറയെ പൂക്കളുമായിട്ട് അതാ അങ്ങനെ നിൽക്കുകയാണ് ഇതും. ഇത് വേറൊരു മൂട്. ഇതുപോലൊരു 5-6 മൂടുണ്ടായിരുന്ന ഇഷ്ടം പോലെയാണ് മുളക്. ഇത് കണ്ട ചുണ്ടൻ പച്ചമുളക്. ഇതിൽ നിറയെ നിൽക്കുന്നത്. ഞാൻ ആവശ്യത്തിനൊക്കെ ഓടി ഓടി വന്ന് ഇതിൽ നിന്ന് പറിക്കാറുണ്ട്. ഇത് കണ്ടോ കാന്താരി. മൊത്തം ഇതാ പഴുത്ത് പഴുത്താണ് നിൽക്കുന്നത്. ഇവിടെ മയില്, ഉപ്പൻ ഇതൊക്കെ വന്ന് സാധാരണ കാക്ക ഇതെല്ലാം വന്നതിനെ കൊത്തിയെടുക്കാറുണ്ട്. കണ്ട അതുപോലെ ഇതിലും ഇവിടെ നിറച്ച് നിൽക്കുകയാണ്. കണ്ട എന്തൊരു ഭംഗി, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. കണ്ട ഇത് രാവിലെ ഇതിനും സാമ്പാർ വെച്ചപ്പോൾ സാമ്പാറിലൊക്കെ ഒരു 10 എണ്ണം കൊണ്ടിടും ഞാൻ. അപ്പൊ നമ്മൾ സാധാ മുളക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല എരിവുമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും, ആരോഗ്യത്തിനും പറ്റിയതാണ്. അങ്ങനെ ഇത് ഒരുപാട് നിക്കിന് അടർത്തിയെടുക്കണം. കണ്ട രാവിലെ ഇത്രയും ഞാൻ ഇതിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. ഇതിൽ നിന്നും മാറ്റി അത്രയും അടർത്തി. ഇതിന് അത്രയും മുകളിലാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ചതുപോലെ പറക്കി വെച്ചതാണ്. ഇത്രയും ഒരു കൂടൊക്കെ കിട്ടിയിട്ടുണ്ട്. ചാമ്പങ്ങനെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്റെ തക്കാളി കണ്ടോ ഇതാ നിൽക്കുകയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം അതിന്റെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ കണ്ട ഒരെണ്ണതാ നല്ല മുഴുത്ത് പഴുത്ത് നിൽക്കുന്നു. കണ്ട സുന്ദരനായിട്ട് നിൽക്കുന്നു. സുന്ദരി സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു എന്ന് പറഞ്ഞതുപോലെ തക്കാളിയുടെ അടുത്തുണ്ട് ഇതാ തുളസിയും അടുത്തുണ്ട്. അപ്പൊ അത് രണ്ടും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇതാ എന്താ എന്തൊരു ടേസ്റ്റ്. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായോ? ഇത്രയും പച്ചക്കറിയാണ് ഞാൻ ഇന്ന് അടർത്തിയത്. ചേമ്പും അവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു തന്നല്ല. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.